Hi dears, welcome back. ഇന്ന് നമുക്ക് ബ്രെഡും പാലും ഓട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 കിടിലൻ വിഭവങ്ങളാട്ടോ കാണിക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യത്തെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഹോൾ ഓട്സ് ആണ് കേട്ടോ. ഈ മുഴുവനായിട്ടുള്ള ഓട്സിലാണ് ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ഫ്രൈങ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഓട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ടുള്ള ഈ ഒരു ഓട്സ് ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ബദാം വറുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബദാം വറുത്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് കടല വറുത്തതെടുക്കാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഏതാണെങ്കിലും 1/2 കപ്പാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മൾ വെള്ളം എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ബദാം നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് ആയിട്ട് വരും. ബദാം ആയാലും കടലായാലും അണ്ടിപ്പരിപ്പായാലും ഒക്കെ ഇതുപോലെ പേസ്റ്റ് ആയിട്ട് വരും. പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണക്ക് പകരമായിട്ട് ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ നെയ്യ് എടുക്കാം, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ബദാമിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കൊക്കോ പൗഡറും ബദാമിൻ്റെ പേസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഇനി നമ്മളിത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ തേന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി. നമുക്ക് കൈകൊണ്ട് തൊടാനുള്ള പാകത്തിൽ ഒന്ന് ചൂടാറി കിട്ടിയാൽ മതി. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു കുക്കീസിൻ്റെ ഷേപ്പിലാട്ടോ പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്കിത് ബോൾസ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ കുക്കീസിൻ്റെ ഷേപ്പ് ആക്കി എടുത്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പുറത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓട്സും ബദാമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഗ്ലാസ് പാലും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ട പ്രോട്ടീനും കാൽസ്യവും ഫൈബറൊക്കെ ഈ ഒരു ഫുഡിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നെസ്കഫേൻ്റെ കോഫി പൗഡറാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ വേണം. കൊക്കോ പൗഡറും 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൊടികളെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 3 കപ്പ് പാലാട്ട് എടുത്തിട്ടുള്ളത്. അതായത് 750 ml പാലെടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു സോസ് പാനിൽ ഇത് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും അലിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത ശേഷം ഈ സോസ് പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കോൺഫ്ലോറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് 8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരും കേട്ടോ. തിളച്ച് വന്ന ശേഷം നമ്മൾ 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നാലേ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേയിൽ ഒരല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാട്ടോ അടച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിതൊരു അരമണിക്കൂർ ഫ്രീസറിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബട്ടർ തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രേയിൽ നിന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒരല്പം കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പാലും കോഫി പൗഡറും കൊക്കോ പൗഡറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ നമ്മളിതിൽ ചൈന ഗ്രാസോ ജെലാറ്റിനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കോഫി ഫ്ലേവറിലുള്ള നല്ലൊരു അടിപൊളി പുഡിങ്ങാണിട്ടത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സോസ് പാനിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു സോസ് പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. പാലിതാ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും ബദാമും പിസ്തയും എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നട്ട്സ് ഉള്ളൂന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ബദാം എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബദാം എസെൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് പിസ്തൻ്റെ എസെൻസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രോബെറിൻ്റെ എസെൻസ് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഫ്ലേവറിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു പാലിൻ്റെ മിക്സ് നമുക്ക് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു റോളർ വെച്ചിട്ട് ഈ ബ്രെഡ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. എല്ലാ ബ്രെഡും നമുക്കിതുപോലെ തന്നെ പരത്തിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ബ്രെഡിനുള്ളിൽ നമ്മൾ ചെറിയൊരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫില്ലിങ് വേണ്ടത്. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡിനകത്തായിട്ട് ഈ ഫില്ലിങ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ബ്രെഡിനകത്തും ഈ ഒരു ഫില്ലിങ് നമുക്കിതുപോലെ തന്നെ തേച്ച് കൊടുത്ത ശേഷം റോൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന ട്രേയിലായിട്ട് ഈ നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡും വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ബ്രെഡിലും ഈ ഒരു പാലിൻ്റെ മിക്സ് എത്തുന്ന രീതിയിൽ വേണ്ടിയിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാനാട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കുറച്ച് ബ്രെഡും പാലും തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 3 വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം.